ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ടെക് ടോക്സ് എന്ന് പറഞ്ഞ ചാനലിലേക്ക് സ്വാഗതം. എന്ന് പറയുമ്പോൾ കുറച്ച് ടോപ്പിക്സ് പറയുന്നുണ്ട്. ടെക്നോളജി പറയുന്ന ടോപ്പിക്സ് ആണ്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് ടെക് ടോക്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുമ്പോൾ ഐഫോൺ 17 എയറിനെ പറ്റിയിട്ടാണ്. അതായത് ഐഫോൺ 17 എയർ എന്ന് പറഞ്ഞ സെറ്റ് ഇറങ്ങുന്നുണ്ട്. ഐഫോൺ 17 പ്ലസിന് വരെ ഇറങ്ങുന്ന സെറ്റാണത്. 5.6 mm തിക്നെസ്സോട് മാത്രമാണ് ഇറങ്ങുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഐഫോണിൽ വെച്ചിട്ട് ഏറ്റവും തിക്കായിട്ടൊരു ഫോണായിരിക്കും ഐഫോൺ 17 എയർ എന്ന് പറയുന്നത്. വളരെ തിക്കായതുകൊണ്ട് തന്നെ ഇതിന് ചാർജിങ് പോർട്ട് ഇല്ല. മാഗ്സേഫ് മാത്രമാണ്, വയർലെസ് ചാർജിങ് മാത്രമാണ് സപ്പോർട്ട് ചെയ്തത്. മാത്രമല്ല ഇതിന് ഇ സിം ആണ് ഓൺലി സപ്പോർട്ട് ചെയ്യുന്നത്, ഫിസിക്കൽ സിം സപ്പോർട്ടിങ് അല്ല. ഇതിന് സിംഗിൾ ക്യാമറയാണുള്ളത്. മാത്രമല്ല സിംഗിൾ സ്പീക്കറും സിംഗിൾ ക്യാമറയാണ് വരുന്നത്. മാത്രമല്ല സാംസങ്ങിന്റെ M40 എന്ന് പറഞ്ഞ ഡിസ്പ്ലേ ആണ് ഇതിന് ഡിസ്പ്ലേ ആയിട്ട് വെക്കുന്നത്. ഐഫോൺ 17 എയർ പ്ലസിന് വരെ ഇറങ്ങുന്നത്. ഐഫോൺ 17 പ്രോ, ഐഫോൺ 17 പ്രോ മാക്സ് അല്ല, അൾട്രയാണ് വരുന്നത്. ഐഫോൺ 17 അൾട്രയാണ് വരുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അല്പം കൂടി മാറ്റങ്ങൾ വരുത്തിയിട്ട് വരുന്നത്. മാത്രമല്ല ഐഫോൺ 17 ഒരു ബാക്ക് ഡിസൈൻ നോക്കുകയാണെങ്കിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. ഇപ്രാവശ്യം ഫ്ലാഷ് ലൈറ്റ് ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടായിരിക്കും വരാൻ പോണത്. അത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഫോട്ടോ ഞാൻ കാണിച്ചു തരാം, ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇപ്പം അൾട്ര എന്ന് പറഞ്ഞ പേരെന്ന് പറയുമ്പോൾ ഇപ്പം പണ്ടൊക്കെ ഐഫോണിനായിരുന്നു മറ്റുള്ളവർ കോപ്പി അടിച്ചത്. ഇപ്പം സാംസങ്ങിൻ്റെ S25 അൾട്ര ഒക്കെ വരുന്നില്ലേ, അപ്പോൾ ആ അൾട്ര എന്നുള്ള പേര് ഐഫോൺ തന്നെ കോപ്പി അടിക്കുന്നത്. ഐഫോൺ ഇപ്പോൾ പിക്സലിനും സാംസങ്ങിനും കോപ്പി അടിച്ചാണ് ഐഫോൺ വരുന്നത്. ഇന്ന് രണ്ടാമത്തെ ന്യൂസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് കാറിൻ്റെയാണ്. അതായത് ഇപ്പോൾ ടെസ്ല എന്ന് പറഞ്ഞ കാർ എല്ലാവർക്കും അറിയാം. ഇലക്ട്രിക് കാർ ഇലോൺ മാസ്കിൻ്റെയാണ്. ആ ടെസ്ല എന്ന് പറഞ്ഞ കാർ എന്ന് പറയുമ്പോൾ സൂപ്പർ ചാർജിങ് എന്ന് പറയുമ്പോൾ 15 മിനിറ്റിൽ 275 കിലോമീറ്റർ വരെയാണ് ലൈഫ് കിട്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ BYD എന്ന് പറഞ്ഞ ചൈനീസ് ഒരു കമ്പനിയാണ്. ആ കമ്പനി പുതിയൊരു കാർ പുറത്തിറക്കിയേക്കാണ്. അതായത് 1000 kW ചാർജിങ്ങോട് വരുന്നതാണ് കാറ്. ആ കാറിൽ എന്ന് പറയുമ്പോൾ 5 മിനിറ്റ് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ 470 കിലോമീറ്റർ വരെ ലൈഫ് കിട്ടുന്നൊരു സിസ്റ്റമാണ്, ചാർജിങ് സിസ്റ്റമാണ് കൊണ്ടുവന്നേക്കുന്നത്. ഇനി മൂന്നാമത്തെ ന്യൂസ് എന്ന് പറയുമ്പോൾ IPL ഫാൻസിനെ പറ്റിയിട്ടാണ്. അതായത് ഇപ്പോൾ IPL ഫാൻസ് ജിയോ യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് 299 എന്ന് പറഞ്ഞാൽ റീചാർജോ അല്ലെങ്കിൽ അതിൽ മേലെ റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ 90 ഡേയ്സിന് ഹോട്ട്സ്റ്റാർ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ IPL മിസ്സാക്കണ്ട. പിന്നെ എക്സ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടാണ്. അതായത് പണ്ടത്തെ ട്വിറ്റർ, അതായത് ഇപ്പം ഗ്രോക്ക് എന്ന് പറഞ്ഞൊരു AI കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇപ്പം DeepSeek, ChatGPT പോലെ ഒരു AI ആണ് ഗ്രോക്ക് AI എന്ന് പറഞ്ഞെങ്കിൽ ട്വിറ്റർ യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു AI. അത് ട്വിറ്ററിൽ ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. അത് പോകെ പോകെ അപ്ഡേഷൻസ് വന്ന് അല്പം കൂടി ഇമ്പ്രൂവ് ആയിട്ട് വരാനാണ് ചാൻസ് വളരെ കൂടുതലാണ്. അഞ്ചാമത്തെ ന്യൂസ് എന്ന് പറയുമ്പോൾ ഐഫോൺ 16e ഭാഗത്ത് നിന്ന്, അതായത് ചൈനീസ് സെയിൽസിൽ 60% ഐഫോൺ SE തേർഡ് ജനറേഷനെക്കാട്ടും കൂടുതലായിട്ട് ഐഫോൺ 60e എന്ന് പറയുന്ന സെറ്റ് 60% മേലെ സെയിൽസ് വന്നിട്ടുണ്ട്. അതായത് എല്ലാവരും വളരെയധികം ആക്ഷേപിച്ചൊരു സെറ്റായിരുന്നു ഐഫോൺ 16e എന്ന് പറയുന്നത്. പക്ഷേ ഐഫോൺ 16e ചൈനയിൽ വളരെയധികം സെയിൽസ് കൂടിയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പം ആ സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഐഫോൺ 16e എന്ന് പറഞ്ഞ ഫോൺ ആപ്പിൾ ഇൻ്റലിജൻസ് 60,000 രൂപ കിട്ടുന്ന ഒരു ഫോണാണ് ഐഫോൺ 16e. മാത്രമല്ല അതിന് സിംഗിൾ ക്യാമറയാണ് വരുന്നത്, സ്പേഷ്യൽ റെക്കോർഡിംഗ് ഇല്ല. സ്പേഷ്യൽ റെക്കോർഡ് വേണമെന്നുണ്ടെങ്കിൽ ഐഫോൺ 60 വാങ്ങണം. അതിന് 80,000 രൂപയാണ് വരുന്നത്. പിന്നെ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് RCS മെസ്സേജ് ആപ്പിളിലും വരാണ്. അതായത് ആപ്പിളിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് ആപ്പിളും ഗൂഗിളും തമ്മിൽ കൈ കോർത്താൽ മാത്രമേ അത് RCS മെസ്സേജ് ആപ്പിളിൽ വർക്ക് ആവുള്ളൂ. അപ്പോൾ ഫൈനലി ഗൂഗിളും ആപ്പിളും തമ്മിൽ കൈ കോർക്കുകയാണ് ഇവിടെ. പിന്നെ അടുത്ത ന്യൂസ് എന്ന് പറയുമ്പോൾ സാംസങ്ങിൻ്റെ One UI 7 S23 അൾട്രയിലും S24 വരാൻ പോവാണ്. April 7 അതിൻ്റെ ലോഞ്ച് നടക്കാൻ പോകുന്നത്. അതായത് ലോഞ്ചല്ല, April 7 റോൾ ഔട്ട് ചെയ്യാൻ പോകുന്നത്. റിയൽമി P3 അൾട്ര എന്ന് പറഞ്ഞ ഫോൺ ഇറങ്ങിയിട്ടുണ്ട്. ആ ഫോൺ എന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഹൈ സ്പീഡ് ഒരു ഫോണാണ് P3 അൾട്ര എന്ന് പറയുന്നത്. ക്യാമറ ആയിക്കോട്ടെ, ബാറ്ററി ആയിക്കോട്ടെ, മാത്രമല്ല പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ബെഞ്ച് മാർക്കോട് കൂടിയിട്ടാണ് P3 അൾട്ര എന്ന് പറഞ്ഞ ഫോൺ ഇറങ്ങുന്നത്. പിന്നെ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് പോക്കോ F7 അൾട്ര എന്ന് പറഞ്ഞ ഫോണാണ്. ആ ഫോണിൽ ബഡ്ജറ്റ് ഓറിയൻറ്റഡിൽ സ്നാപ്ഡ്രാഗൺ 888 എന്ന് പറഞ്ഞ പ്രോസസ്സർ കൊണ്ടുവരാനാണ് പോക്കോ F7 അൾട്ര എന്ന് പറഞ്ഞ ഫോൺ ഇറങ്ങുന്നത്. നമുക്ക് നോക്കാം അത് എത്രത്തോളം വളരെയധികം ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ടെന്ന്. അതായത് 888 എന്ന് പറഞ്ഞ പ്രോസസ്സർ എന്ന് പറയുമ്പോൾ ലാപ്ടോപ്പിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തൊരു പ്രോസസ്സറായിരുന്നു. പിന്നീട് അത് ഫോണിലേക്ക് മാറ്റി വെച്ചതാണ്. അതിൻ്റെ നാനോമീറ്റർ കുറച്ച് ഫോണിലേക്ക് ആർക്കിടെക്ചർ മാറ്റി കൊണ്ടുവന്നൊരു പ്രോസസ്സറാണ്. വളരെയധികം ഫാസ്റ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സറാണ്. 3 മില്യൺ ആൻറ്റിറ്റ്യൂഡ് സ്കോറൊക്കെയാണ് വരുന്നത് അതിന്. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ ഫോൺ ഇറങ്ങട്ടെ, F7 അൾട്ര ഇറങ്ങട്ടെ, അന്ന് നമുക്ക് ബാക്കി ആയാലും പിന്നീട് ചെയ്യാം.
പിന്നെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടൻസിനെ കുറിച്ച് ടോപ്പിക്സ് ആയിട്ട് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി, ഞാനൊന്ന് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ ഓക്കെ, കൂടെ കുടിക്കോ.